ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ. അപ്പോൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോണിനെ കുറിച്ച് പല സെന്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. എങ്ങനെ പറയാ? മൈ ഫോൺ ഈസ് റിങ്ങിങ്. മൈ ഫോൺ ഈസ് റിങ്ങിങ്, അതായത് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു എന്നാണ്. ഓക്കെ, എൻ്റെ ഫോൺ വീട്ടിൽ മറന്നു പോയി എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ പോയതിന് ശേഷമായിരിക്കും നമുക്ക് ഫോണിന്റെ ഓർമ്മ വരും. അപ്പൊ നമ്മൾ പറയാറുണ്ട് എൻ്റെ ഫോൺ വീട്ടിൽ മറന്നു പോയി എന്നെങ്ങനെ പറയാം? ഐ ഫോർഗോട്ട് മൈ ഫോൺ അറ്റ് ഹോം. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. മൈ ഫോൺ, എൻ്റെ ഫോൺ അറ്റ് ഹോം, വീട്ടിൽ അല്ലേ, വീട്ടിൽ മറന്നു പോയി. അപ്പം ഐ ഫോർഗോട്ട് മൈ ഫോൺ അറ്റ് ഹോം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യാണ്. അപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പം നമ്മൾ മെസ്സേജ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ പറയാം, നിങ്ങൾ ദയവായി ഫോൺ എടുക്കുമോ, അത്യാവശ്യ കാര്യത്തിനാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ, നിങ്ങൾ ദയവായി ഫോൺ എടുക്കുമോ? ക്യാൻ യു പ്ലീസ് ആൻസർ ദ ഫോൺ. ക്യാൻ യു പ്ലീസ് ആൻസർ ദ ഫോൺ, നിങ്ങൾ ദയവായി ഫോൺ എടുക്കുമോ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ഫോണിന്റെ ബാറ്ററി കുറവാണ്, ചാർജ് കുറവാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എൻ്റെ ഫോണിന്റെ ബാറ്ററി കുറവാണ്. എൻ്റെ ഫോണിന്റെ ബാറ്ററി കുറവാണ്. മൈ ഫോൺ ബാറ്ററി ഈസ് ലോ. മൈ ഫോൺ ബാറ്ററി ഈസ് ലോ. എൻ്റെ ഫോണിന്റെ ബാറ്ററി കുറവാണ്. നമ്മൾ എവിടെയെങ്കിലും പോയ സമയത്ത് നമ്മൾ ഫോണിന് ചാർജ് ചെയ്യണം. അത്യാവശ്യമായിട്ട് നമ്മൾ ഫോണിന് ചാർജ് ചെയ്യണം. എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. എങ്ങനെ പറയാ? എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം എന്നാണ്. ഇവിടെ അത് അത്യാവശ്യമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ നീഡ് യൂസ് ചെയ്ത് പറയാം. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഷുഡ് യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ കോൾ നഷ്ടപ്പെടുത്തി. അതായത് ഞാൻ നിങ്ങളുടെ കോൾ മിസ് ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ. ചിലപ്പോൾ ആ കോൾ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ബിസി ആയിരിക്കും. ആ സമയത്ത് പിന്നീട് നമ്മൾ വിളിച്ചിട്ട് പറയാണ് ഞാൻ നിങ്ങളുടെ കോൾ മിസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കോൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട്. ഐ മിസ്ഡ് യുവർ കോൾ. ഐ മിസ്ഡ് യുവർ കോൾ, ഞാൻ നിങ്ങളുടെ കോൾ മിസ് ചെയ്തു, നിങ്ങളുടെ കോൾ നഷ്ടപ്പെടുത്തി. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. സമയത്ത് നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് പറയാണ് ദയവായി എന്നെ തിരിച്ചു വിളിക്കൂ എന്ന് പറയാറുണ്ട്. ദയവായി എന്നെ തിരിച്ചു വിളിക്കൂ. എങ്ങനെ പറയാം? പ്ലീസ് കോൾ മീ ബാക്ക്. പ്ലീസ് കോൾ മീ ബാക്ക്, തിരിച്ചു വിളിക്കൂ, ബാക്ക്. അപ്പോൾ പ്ലീസ് കോൾ മീ ബാക്ക്, ദയവായി എന്നെ തിരിച്ചു വിളിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ഫോൺ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഫോൺ വർക്കാകുന്നില്ല. പെട്ടെന്ന് ഫോൺ ഒന്ന് സ്റ്റെക്കായി പോയി. നമ്മൾ പറയാറുണ്ട് ഫോൺ വർക്കാകുന്നില്ല അല്ലെങ്കിൽ ഫോൺ പ്രവർത്തിക്കുന്നില്ല. ദ ഫോൺ ഈസിന്റ് വർക്കിംഗ് അല്ലെങ്കിൽ ദ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറയാം. ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത് എങ്ങനെ പറയാം? അതെപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയ ഒരു സെന്റൻസ് ആണല്ലേ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്. ഡോണ്ട് യൂസ് യുവർ ഫോൺ വൈൽ ഡ്രൈവിംഗ്. Don't use your phone while driving. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, while driving അല്ലേ. അപ്പോൾ don't use your phone, നിന്റെ ഫോൺ യൂസ് ചെയ്യരുത് while driving, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഞാൻ ഇന്നലെ ഒരു പുതിയ ഫോൺ വാങ്ങി. വളരെ യൂസ്ഫുൾ ആണ് അല്ലേ. ഞാൻ ഇന്നലെ ഒരു പുതിയ ഫോൺ വാങ്ങി. I bought a new phone yesterday. I bought a new phone yesterday. I bought, ഞാൻ വാങ്ങി, a new phone, ഒരു പുതിയ ഫോൺ, yesterday, ഇന്നലെ. ഓക്കെ, അപ്പോ I bought a new phone yesterday. ഓക്കെ, ഇനി നമ്മൾ മക്കളോട് നമ്മൾ ഇപ്പോ ഈ ഫോണ് വിട്ടുകൊടുക്കാത്തൊരു കാലാണല്ലേ. മക്കള് ഒട്ടും നമ്മളെ കയ്യിലേക്ക് ഫോൺ തരില്ല. അവരൊക്കെ ലീവായി കഴിഞ്ഞാൽ ഫോൺ അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അവരോട് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ് പറയാം. ഫോൺ കൊണ്ട് കളിക്കരുത് അല്ലെങ്കിൽ ഫോണുമായി കളിക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. ഫോൺ കൊണ്ട് അല്ലെങ്കിൽ ഫോണുമായി കളിക്കരുത്, അരുതെന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഡോണ്ട് പ്ലേ, കൊണ്ട് അല്ലെങ്കിൽ മായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് പ്ലേ വിത്ത് ദ ഫോൺ, ഫോണുമായി കളിക്കരുത്. ഇനി നമ്മൾ ഇങ്ങനെ പറയണം, എൻ്റെ ഫോണുമായിട്ട്
കളിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ ഫോണുമായി കളിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ഡോണ്ട് പ്ലേ വിത്ത് മൈ ഫോൺ. ഡോണ്ട് പ്ലേ വിത്ത് മൈ ഫോൺ. ഓക്കെ, ആരാണ് നിനക്ക് ഫോൺ തന്നത്? നമ്മൾ ചോദിക്കുകയാണ്, ആരാണ് നിനക്ക് ഫോൺ തന്നത്? നമ്മൾ ദേഷ്യം പിടിച്ച് നമ്മൾ അവർക്ക് ഫോൺ കൊടുത്തിട്ടില്ല, പിന്നെ ആരാണ് നിനക്ക് ഫോൺ തന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ആരാണ് നിനക്ക് ഫോൺ തന്നത്, നൽകിയത്? അപ്പോ ഇവിടെ ചോദിക്കുന്നത് പാസ്റ്റിലാണല്ലോ. ഹൂ ഗേവ് യു ദ ഫോൺ? ഹൂ ഗേവ് യു ദ ഫോൺ? ആരാ നിനക്ക് ഫോൺ നൽകിയത് അല്ലെങ്കിൽ ഫോൺ തന്നത്? പാസ്റ്റ് ആയതുകൊണ്ട് ഗിവിനെ നമ്മൾ ഗേവ് എന്ന് പറഞ്ഞു അല്ലെ. ഹൂ ഗേവ് യു ദ ഫോൺ? ഓക്കെ, ഫോൺ തിരിച്ചു കൊടുക്കൂ അല്ലേ. ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ആ ഫോൺ കൊടുത്തിട്ടുണ്ടാകുക. ഫോൺ തിരിച്ചു കൊടുക്കൂ എന്ന് പറയാം. ഫോൺ തിരിച്ചു കൊടുക്കൂ എങ്ങനെ പറയാ? ഗിവ് ദ ഫോൺ ബാക്ക്. ഗിവ് ദ ഫോൺ ബാക്ക്. ഫോൺ തിരിച്ചു കൊടുക്കും. ഓക്കെ, അനുമതി ചോദിക്കാതെ ഫോൺ എടുക്കരുത്. അതായത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഫോൺ എടുക്കരുത്. നമ്മൾ ഓൾറെഡി ഡോണ്ട് വിത്തൗട്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒരിക്കൽ കൂടി പറയാണ്. അത് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആൻസർ ഇപ്പം കോള് വരുമ്പം എടുക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം. ഇവിടെ അനുമതി ചോദിക്കാതെ ഫോൺ എടുക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡോണ്ട് ആൻസർ ദ ഫോൺ വിത്തൗട്ട് ആസ്കിങ് അല്ലെ. ചോദിക്കാതെ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നമുക്ക് ആസ്കിങ് എന്ന് കൊടുത്താൽ മതി. അപ്പം ഡോണ്ട് ആൻസർ ദ ഫോൺ വിത്തൗട്ട് ആസ്കിങ്. അനുമതി ചോദിക്കാതെ ഫോൺ എടുക്കരുത്. ഓക്കെ, ഇപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോവാണ്, അപ്പൊ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നീ ഫോൺ എടുത്തോ എന്ന് ചോദിക്കും അല്ലേ. നീ ഫോൺ എടുത്തോ? ഇതെപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം ഫോണൊക്കെ മറന്നു പോയാൽ ഭയങ്കര റിസ്ക് ആണ് അല്ലേ. അപ്പം ഡിഡ് യു പിക്കപ്പ് ദ ഫോൺ? ഡിഡ് യു പിക്കപ്പ് ദ ഫോൺ? നീ ഫോൺ എടുത്തോ? ഓക്കെ, അനുമതി കൂടാതെ ആരെയും വിളിക്കരുത്. നല്ലൊരു സെന്റൻസ് ആണ്. അനുമതി കൂടാതെ ആരെയും വിളിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ വെറുതെ അങ്ങ് കോൾ ചെയ്യാം, അർജന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ അനുമതി കൂടാതെ ആരെയും വിളിക്കരുത്. ഡോണ്ട് കോൾ എനിവൺ വിത്തൗട്ട് പെർമിഷൻ. ഡോണ്ട് കോൾ എനിവൺ. ആരെയും വിളിക്കരുത് വിത്തൗട്ട് പെർമിഷൻ. ഡോണ്ട് വിത്തൗട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള സെന്റൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോന്റെ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. വീഡിയോന്റെ ലിങ്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് കഴിക്കാതെ കിടക്കരുത്, അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാതെ ഫോൺ എടുക്കരുത്, ഇങ്ങനെ അരുത് കൂടാതെ, അതായത് ഡോണ്ട് വിത്തൗട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ അധികം യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. അപ്പൊ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഇവിടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. കാരണം ഇതുപോലെയുള്ള ഒരുപാട് സെന്റൻസുകളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുള്ളത്. ഓക്കെ, നീ എന്തിനാ ഫോൺ പിടിച്ച് നിൽക്കുന്നത്? നീ എന്തിനാ ഫോൺ പിടിച്ച് നിൽക്കുന്നത്? നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് അല്ലെ. ഫോൺ പിടിച്ച് നിൽക്കണം, നീ എന്തിനാ ഫോൺ പിടിച്ച് നിൽക്കുന്നത്? ചിലപ്പോൾ പഠിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. ഓക്കെ, വൈ ആർ യു ഹോൾഡിംഗ് ദ ഫോൺ? വൈ ആർ യു ഹോൾഡിംഗ് ദ ഫോൺ? നീ എന്തിനാ ഫോൺ പിടിച്ച് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നാണ്. ഓക്കെ, ഫോൺ മേശപ്പുറത്ത് വെക്കൂ അല്ലെ. കുറച്ച് ദേഷ്യത്തിലൊക്കെ നമ്മൾ പറയാറ്, ഫോൺ മേശപ്പുറത്ത് വെക്കൂ എന്ന് പറയാറുണ്ടല്ലോ. കീപ് ദ ഫോൺ ഓൺ ദ ടേബിൾ. കീപ് ദ ഫോൺ ഓൺ ദ ടേബിൾ. ഇനി പുട്ട് ദ ഫോൺ ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കീപ്പും പുട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കീപ്പ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ വെക്കുന്ന സിറ്റുവേഷനിലാണ്. പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് വെക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഫോണൊക്കെ ആകുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ കീപ്പ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പോ ലാൻഡ് ഫോണൊക്കെ ആണെങ്കിൽ ബട്ടൺ അമർത്താനുണ്ടാകും അല്ലെ. നമ്മുടെ മൊബൈലിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സെന്റൻസ് പറയാം, ബട്ടണുകൾ അമർത്തരുത്. അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ആണെങ്കിൽ അതിന്റെ നമ്പറുകൾ അമർത്തരുത് അല്ലേ, അതൊന്നും അമർത്തണ്ട എന്ന് പറയാറുണ്ട്. ബട്ടണുകൾ അമർത്തരുത്, അരുത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ പറയോ, ഡോണ്ട് പ്രസ് ദ ബട്ടൺസ്. ഡോണ്ട് പ്രസ് ദ ബട്ടൺസ്. ഓക്കെ, അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ഫോൺ ബെല്ലടിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കൂ അല്ലെ. നമ്മൾ ഏൽപ്പിച്ചു പോകാറുണ്ട് ഈ ഒരു സെന്റൻസ്. ഫോൺ റിങ് ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താലും മതി, അത് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് പോയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തുണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.